ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കൂടാരവാസിയെ ദൈവം കൂടുള്ളപ്പോൾ കലങ്ങുന്നതെന്തിനു നീ? ഇക്കാലം കടന്നുപോ ദേശങ്ങൾ മാറിപ്പോ പതറുന്നതെന്തിനു നീ? കൂടാരവാസിയെ ദൈവം കൂടുള്ളപ്പോൾ കലങ്ങുന്നതെന്തിനു നീ? ഇക്കാലം കടന്നുപോ ദേശങ്ങൾ മാറിപ്പോ പതറുന്നതെന്തിനു നീ? നീ ഉയരത്തിലുള്ളതു തേടൂ, നീ സത്യവാനേശുവെ നോക്കൂ. നീ ഉയരത്തിലുള്ളതു തേടൂ, നീ സത്യവാനേശുവെ നോക്കൂ. സമ്പത്തും സുഖവും പുകഴ്ചയുമെല്ലാം കാംക്ഷിച്ചു നീ വാണിടുന്നു. സമ്പത്തും സുഖവും പുകഴ്ചയുമെല്ലാം കാംക്ഷിച്ചു നീ വാണിടുന്നു. സംശയിക്കേണ്ട, മരണം ഒരു നാൾ നിന്നെയും തേടി വരുമേ. സംശയിക്കേണ്ട, മരണം
ഉള്ളതു തേടൂ. നീ സത്യവാൻ യേശുവെ നോക്കൂ. നീ ഉയരത്തിലുള്ളതു തേടൂ. നീ സത്യവാൻ യേശുവെ നോക്കൂ. നീ സത്യവാൻ യേശുവെ നോക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായ പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ച് പറയുന്ന അപൂർവം ചില സന്ദർഭങ്ങളൊന്നാണ് ഇത്. വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം കർത്താവ് രണ്ടാമത് വരും. ആർക്കു വേണ്ടി? കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. കർത്താവിനോടുകൂടി ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ദൈവം ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഈ ഭൂമിയിൽ ആയിക്കോട്ടെ ഭൂമി വിട്ടായിക്കോട്ടെ, എപ്പോഴും കർത്താവിനോട് കൂടി. ഇതൊക്കെ സാധിക്കുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. സാധിച്ചേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. സ്വർഗരാജ്യത്തിൽ പോകണമോ അല്ല ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കണോ? എവിടെ പറഞ്ഞ അവസാനത്തെ വാക്ക് പറഞ്ഞാൽ ഇങ്ങനെ അന്യോന്യം ആശ്വസിപ്പിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. എന്നാ കർത്താവ് വരും, ഞാൻ എടുക്കപ്പെടും. ഇതേ ഉള്ളൂ ആശ്വാസത്തിന് കാരണം. ഭൂമിയിലെ ദാരിദ്ര്യത്തിനും ആശ്വാസം അതാണ്. നമുക്കറിയാൻ പാടില്ല ലാസറിൻ്റെ ആശ്വാസം എന്ത് കാര്യത്തിലായിരുന്നു? അവന് പണം ഉണ്ടായിട്ടാണോ? സൗഖ്യം ഉണ്ടായിട്ടാണോ? അവന് കൂട്ടായ്മ ഉണ്ടായിട്ടാണോ? എന്തുണ്ടായിട്ടാണ് ലാസറിൻ്റെ ആശ്വാസം? ദൂതന്മാരവനെ കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള ഒരൊറ്റ കാര്യത്തിലായിരുന്നു അവൻ്റെ ആശ്വാസം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നാം അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. എന്തായാലും മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. കർത്താവിനോട് കൂടി ഇരിക്കുന്നവർക്കേ ഉള്ളൂ ആശ്വാസം. പ്രിയപ്പെട്ടവരെ, അത് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു അനുഭവമല്ല. അല്ലെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ എടുക്കപ്പെടുന്ന ആ ഒരു അവസരം കിട്ടുന്ന ഒരു കാര്യമല്ല. ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ കർത്താവിനോട് കൂടി ജീവിക്കണം. ഭൂമിയിൽ കർത്താവിനോട് കൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ മരണസമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. തെറ്റിദ്ധരിക്കല്ലേ. ഭൂമിയിൽ ഇഷ്ടം പോലെ ജീവിച്ചിട്ട് മരണക്കിടക്കയിൽ ആരെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ എത്തിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ പ്രിയപ്പെട്ടവർ? ഇപ്പോഴും പിശാചിൻ്റെ വലിയ തന്ത്രമാണത്. എന്തിനാ മനുഷ്യ നിനക്കൊരായുസ് ദൈവം തന്നിരിക്കുന്നത്? എന്തിനാണ് ആയുസ്? മക്കളെ പോറ്റി വളർത്താനോ? ജാതികൾ തന്നെയല്ലേ ചെയ്യുന്നത്. അവരിത് ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അവരുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു, ജാതികൾ ജീവിക്കുന്നു. ക്രിസ്ത്യാനിക്ക് എന്തുണ്ട് വിശേഷം? ക്രിസ്ത്യാനി ഇവരിൽ നിന്ന് വ്യത്യസ്തരാകുന്ന എപ്പോഴാണ്? പ്രിയപ്പെട്ടവരെ, അവർക്ക് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ലോക മനുഷ്യർ. എന്താ ക്രിസ്ത്യാനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. കർത്താവ് വരും, എന്നെ ചേർക്കാൻ വരും, എനിക്ക് പറക്കണം. അല്ല, കർത്താവ് വരാൻ താമസിക്കുകയാണോ? ഞാൻ ഇവിടുന്ന് കടന്നു പോവുകയാണോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എന്നെ ദൂതന്മാർ കൊണ്ടുപോകണം. അതിനുള്ള കാര്യം പ്രാപിക്കുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത്. എത്ര പേർക്ക് ഈ ബുദ്ധിയുണ്ട്? എത്ര പേര് ഇത് മനസ്സിലാക്കുന്നുണ്ട്? എന്തിനാണ് വചന സൂക്ഷ? എന്തിനാണ് കൂട്ടായ്മ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. ഈ വേദപുസ്തകം കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ തരും. പരിശുദ്ധനാൽ വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ച് തരും. എന്താണ് നീ ചെയ്യേണ്ടത്? ഈ ഉന്നതമായ പദവി ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്ക് വ്യക്തമായിട്ട് ആത്മാവ് പറഞ്ഞു കൊടുക്കും. മകനെ, നീ എൻ്റെ സന്നിധി വരുന്നതിന് നിനക്ക് തടസ്സങ്ങൾ ഏറെയുണ്ട്. ഒന്ന്, പാരമ്പര്യത്തിൻ്റെ ശാപം നിനക്കുണ്ട്, നീ അത് മാറ്റിയെടുക്കണം. 2, നീ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും നിന്റെ ഹൃദയത്തിൽ വേരുകളായിട്ട് കിടപ്പുണ്ട്. ചിലപ്പോൾ പ്രവൃത്തി വന്നിട്ടുണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ച് നീ ഗൗരവമായി കാണുന്നുണ്ടോ? അത് നീ ചിന്തിക്കുന്നുണ്ടോ? അത് പിശാചിൻ്റെ അവകാശമാണ്. പിശാച് നിന്റെ ഉള്ളിലുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിന്നിൽ നിന്ന് പാപം വെളിയിലേക്ക് വരുന്നത്. ഞാൻ പിശാചിനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയാൽ ഒരിക്കലും ഒരു പാപവും വരില്ല.
എൻ്റെ സിംഹാസനം നിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചാൽ അവിടെ പിശാചിന് കയറാൻ പറ്റില്ല. ഞാൻ അവിടെ തീമറിൽ സംരക്ഷണം കൊടുക്കും. ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എൻ്റെ ദൂതന്മാർ നിനക്ക് കാവലായിട്ടിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നുമുണ്ട്. ആരെന്തെല്ലാം പറഞ്ഞല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ഇവിടെ വെച്ച് നേടിയെടുക്കേണ്ട കാര്യമല്ലേ? ഇവിടെ വെച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ വെച്ച് കിട്ടുമെന്നായി പറയുന്നത്? കർത്താവ് രണ്ടാവ് വരും, സംശയമൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും ശരി, യേശു ക്രിസ്തു വരും. അതുപോലെ ഒരു സത്യമാണ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അടുത്തായാലും അകലെയായാലും കർത്താവ് വരാൻ താമസിച്ചാൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. മാറ്റപ്പെടുമ്പോൾ എങ്ങോട്ട് പോകും? ഊഹാപോഹം ഒന്നുമല്ല, വ്യക്തമായി പരിശുദ്ധാത്മാ ബോധ്യം തരണം. മകനെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം തന്നതുകൊണ്ട്, നിന്റെ ജീവൻ തന്നതുകൊണ്ട്, മാനസാന്തരം നിലനിർത്തിയതുകൊണ്ട്, എൻ്റെ ആത്മാവിനെ നീ മാനിച്ചതുകൊണ്ട്, പാപത്തോട് യാത്ര പറഞ്ഞതുകൊണ്ട്, എൻ്റെ വചനപ്രകാരം നീ ജീവിക്കുന്നത് കൊണ്ട്, എന്നെ മാനിക്കുന്നത് കൊണ്ട്, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, എൻ്റെ ആത്മാവിന് വേണ്ടി നീ ദാഹിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. ലോകത്തെ പ്രശ്നങ്ങൾ വരാം, രോഗങ്ങൾ വരാം, കടബാധ്യത വരാം, എന്തെല്ലാം പ്രശ്നം വന്നാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. നിനക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ ഞാൻ മാറി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ കൈവിടുകയില്ല. ആർക്കാ? ജീവിതം എന്നേക്കുമായി ഒരിക്കലായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തവർ. ഇത് തെസ്സലോനിക്ക സഭയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് എഴുതുന്നത്. ഞാൻ ചിന്തിച്ചു, എന്താണ് അതിനുള്ള കാരണം? ഈ തെസ്സലോനിക്ക സഭയ്ക്കുള്ള വ്യത്യാസം എന്താണ്? ബാക്കി ഒരിടത്തും ഇങ്ങനെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കറിയാം, എബ്രായ ലേഖനത്തിലെ കൃത്യമായിട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 27, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാം പ്രത്യക്ഷനാവും. അവിടെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തനിക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. പാപം കൂടാതെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം, പാപത്തെ വെറുത്ത് ജീവിക്കുന്നവർ. പാപം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പ്രോഡക്റ്റാണ്. പിശാചിൻ്റെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പാപം വരുന്നത്. എനിക്ക് ദേഷ്യം വരും. ചില പറഞ്ഞ് എനിക്ക് ചിലപ്പം ദേഷ്യം വരുന്നുണ്ട്. എന്താ പ്രിയരെ, ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? പിശാചകത്തുള്ളതുകൊണ്ട്. അല്ല എന്നാ? ദൈവത്തിന് സ്വഭാവം വരുന്നില്ലല്ലോ, ദീർഘക്ഷമ വരുന്നില്ലല്ലോ, ശാന്തത വരുന്നില്ലല്ലോ, സൗമ്യത വരുന്നില്ലല്ലോ, സ്നേഹം വരുന്നില്ലല്ലോ. പിന്നെ കോപം മാത്രം വരുന്നത് എന്തുകൊണ്ടാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പിശാച് അകത്തൊളിഞ്ഞിരിപ്പുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. അവൻ എന്തു ചെയ്യും? സമാധാനമില്ലാതിരിക്കുക, സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ലഘുവായി ചികിത്സിക്കും. ഇതൊക്കെ അവൻ്റെ തന്ത്രങ്ങളാണ്. ഒരു കാരണവശാലും ഞമ്മളുടെ സ്വപ്നത്തിൽ പോലും പാവം വരാൻ പാടില്ല. സ്വപ്നത്തിൽ പാവം വരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കുഴപ്പം കൊണ്ടാണ്? വേറെ ആരുടെയും കുഴപ്പം കൊണ്ടാണോ? എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ സ്വഭാവം കിടക്കുന്നു. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ അത് വരുന്നത്. സ്വപ്നത്തെ കുറ്റം പറയണമെന്നും കാര്യമില്ല. ദൈവസേനയിൽ കിടക്കണം, ദൈവത്തോട് പറയണം, സ്വപ്നത്തിൽ പോലും പാവം വരാൻ പാടില്ല. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റമതിക്കാൻ പാടില്ല. ഇത് മാറ്റി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മാറ്റി തരികയില്ലേ? യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവം പോക്ക് ശുദ്ധീകരിക്കുന്നതാണെന്ന് നാം അറിയുന്നവരല്ലേ? തെസ്സലോനിക്ക സഭയ്ക്കുള്ള പ്രത്യേകത എന്താണ്? അവിടെ ആ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും ഉള്ളവർക്കാണ് ഇത് എഴുതുന്നത്. കർത്താവ് രണ്ടാം വരുമെന്നും നാം എല്ലാവരും അവനോടുകൂടി എടുക്കപ്പെടുമെന്നും പറയുന്ന ആർക്കു വേണ്ടിയാണ്? പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലെ ഉള്ളവരിലാണ് തെസ്സലോനിക്ക സഭ. അവർ കുറച്ചുകൂടെ വ്യത്യസ്തരാണ്. അവർക്ക് ദൈവത്തെ ഭയമുണ്ട്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. അവർ പ്രജാതികളായിരുന്നു, ശരിയാണ്. യഹൂദന്മാരെ പോലെ അവർക്ക് ക്രെഡിറ്റ് ഒന്നും പറയാനില്ല. പക്ഷേ അവർക്ക് കിട്ടിയ വചനം അവർ സ്വീകരിച്ചു. 1:2 പറയും, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ വേലയും പ്രയത്നവും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി പിശാചിൻ്റെ അവകാശങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് ക്രൂശൻ ചുവട്ടിയിരുന്ന് ക്രിസ്തുവിൻ്റെ വേല അവർ നിർവഹിച്ചു. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ഒരു വലിയ വേല തുടങ്ങി. ഒരു മാനസാന്തരത്തിൽ എന്താണ്? ശുദ്ധീകരണം. ഒരു മനുഷ്യനെ വീണ്ടെടുക്കുമ്പോൾ അനേക ബന്ധനങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. പാരമ്പര്യത്തിൻ്റെ ശാപങ്ങളും എല്ലാം ഉണ്ട്. അവൻ അവനെക്കാൾ ചെയ്തു കൂട്ടിയ കാര്യം, എനിക്ക് എൻ്റെ കാര്യം തന്നെ എനിക്കറിയാവുന്നതല്ലേ, എന്തോരം പാപത്തിൽ കിടന്നവനാണ് ഞാൻ. അതിൻ്റെ എല്ലാം സ്വഭാവടക്കത്തിൽ അലിഞ്ഞിരിക്കുകയല്ലേ? ഉണ്ട്, എനിക്കറിയാം. ഒരു മാനസാന്തരം കൊണ്ട് ആൾ മാറുമോ? പ്രകടമായ ചില കാര്യങ്ങളൊക്കെ മാറും, മാധ്യസ്ഥനെയൊക്കെ കിട്ടും. എന്തിനാ? ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്.
ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു. നീ മനസ്സ് വെച്ചാൽ നിന്റെ ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കാൻ നിനക്ക് പറ്റും. വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് നിനക്ക് ആനയിക്കപ്പെടും. നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. നിനക്ക് അസാധ്യമായി യാതൊരു കാര്യവുമില്ല. ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. ഞാൻ നിന്നെ കഴുകി വെടിപ്പാക്കും. ഞാൻ നിന്റെ കൂടെ ജീവിക്കും. ഇത് ഞാൻ കേട്ട വാക്കാ. അത് ഞാൻ മുഖവിലേക്ക് എടുത്തു. എനിക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോവത്തോടെ അനേകം മല്ലടിച്ച് ജീവിച്ചു. വർഷങ്ങൾ മല്ലടിച്ചവനാണ് ഞാൻ. കാരണം അതെല്ലാം ഒരു ഇരുത്തം മരണം എന്ന് പറയും. ഒരു ഇരുത്തം മരണം. ആളത്ത് ഒന്ന് ഉടയണം. ഈ ലോകത്തിന് മായാപ്രപഞ്ചങ്ങൾ കാണുമ്പോൾ അറിയാതെയാണെങ്കിൽ ഹൃദയം അങ്ങോട്ട് പോകാൻ പാടില്ല. ഈ ലോകം ഇത്രയേ ഉള്ളൂ. ജഡയിമ്പങ്ങൾ ഇത്രയേ ഉള്ളൂ. പണം ഇത്രയേ ഉള്ളൂ. ആരോഗ്യം ഇത്രയേ ഉള്ളൂ എന്നെല്ലാം ജീവിതത്തിൽ സ്വന്തം അനുഭവം കൊണ്ട് പഠിക്കുകയാണ് ഇരുത്തം എന്ന് പറയുന്നത്. ഒരു യൗവനക്കാരനത് കിട്ടണമെന്നില്ല. അവൻ്റെ ഹൃദയം എപ്പോഴും യൗവന മോഹങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. പണം സമ്പാദിക്കണം, അധികാരം ഉണ്ടാകണം, സ്ഥാനമാനങ്ങൾ വേണം, ആഠ്യത്വങ്ങൾ വേണം, ആഡംബരങ്ങൾ വേണം, മറ്റുള്ളവരെല്ലാം എന്നെ മാനിക്കണം. അത് പണം ഉണ്ടല്ലേ സാധിക്കുള്ളൂ എന്ന് ചിന്താഗതിയുള്ളവരാണ് ചെറുപ്പക്കാർ. ആ ചെറുപ്രായത്തിൽ നമ്മൾ കടിച്ചു തൂങ്ങി നിന്നേ പറ്റുള്ളൂ. ഒന്നും കിട്ടിയില്ലേലും, ഒരനുഭവം കിട്ടിയില്ലേലും, ദൈവം മാറി നിന്നാലും, അന്ധകാരത്തിലാണെന്ന് പറഞ്ഞാലും നിലവിളിക്കാൻ നമുക്ക് പറ്റുമോ? രക്ഷപ്പെടും. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ കൂടെ മാനസാന്തരപ്പെട്ട് അനേകരുണ്ട്. 10-50 ആൾക്കാരുണ്ട്. എവിടെ പോയി എല്ലാവരും? ആദ്യത്തെ കുറച്ചു കാലത്തെ ആ ക്ഷാമകാലത്തിൽ അവരെല്ലാം വിട്ടിട്ട് പോയി. ഉണ്ട്, ക്ഷാമകാലം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റണം. ഈ ദൈവം എന്നെ കൈവിടില്ല. എൻ്റെ ബന്ധനം വലുതാണ്. ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ അവനെന്നെ കഴുകാൻ പറ്റുള്ളൂ. ചെറുപ്പകാലത്ത് യൗവനപ്രായത്തിൽ ഇതെല്ലാം കൂടെ എനിക്ക് ദൈവം തരില്ല. തന്നാൽ ഞാൻ നെഗളിച്ചു പോകും. ഞാനിതെല്ലാം തകർത്ത് തരിപ്പണമാക്കി കളയും. അല്ല, പൗലോസ് അപ്പോസ്തലൻ തന്നെ രോഗം കൊടുത്തു, ശൂലം കൊടുത്തു. എന്തിനാ? വെളിപാടുകളുടെ ആധിക്യത്തിൽ നെഗളിച്ചു പോകാതിരിപ്പാൻ. അപ്പം അപ്പോസ്തലന് നെഗളം വരാൻ സാധ്യതയുണ്ടെന്നല്ലേ പറഞ്ഞത്? എത്രയോ പ്രായമായി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഓരോരുത്തരുടെയും ആളത്വം എങ്ങനെയാണ് ദൈവത്തിന് അറിയാം. ആ സ്റ്റഫ് എങ്ങനെയാണ് ദൈവത്തിന് അറിയാം. പെട്ടെന്ന് കത്തുപിടിക്കുന്നതാണോ, നാളുകൾ കൊണ്ടിങ്ങനെ പുകഞ്ഞ് കത്തുന്നതാണോ ദൈവത്തിന് അറിയാം. എന്തുമായിക്കോട്ടെ, ദൈവത്തിൻ്റെ കൈകളിൽ കിട്ടിയാൽ ദൈവം ശുദ്ധീകരിക്കും. തെസ്സലോനിക്ക സഭയ്ക്ക് ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങളെ കാണുന്ന ഒരു ദൈവം, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഞങ്ങൾക്ക് വചനം തന്ന ഒരു ദൈവം, ഞങ്ങൾക്ക് ആദ്യസ്നേഹം തന്ന ഒരു ദൈവം. ആ ദൈവം ഞങ്ങളെ അന്ത്യത്തോടെ നടത്തും. തെസ്സലോനിക്കർ 1:6 മനോഹരമായൊരു കാര്യം അവിടെയുണ്ട്. ആ സഭയ്ക്കുള്ള പ്രത്യേകത എന്തായിരുന്നു? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വചനം സന്തോഷത്തോടെ സ്വീകരിച്ചു. നാം കേൾക്കുന്ന വചനം അത് പരിശുദ്ധാത്മാവിൻ്റെ വചനമായിട്ട് നാം സ്വീകരിച്ചാൽ നമ്മൾ അനുസരിക്കും. മനുഷ്യൻ്റെ വചനമായിട്ട് കേട്ടാൽ ഒരിക്കലും അനുസരിക്കത്തില്ല. അത് ബുദ്ധിയിലേക്ക് കയറുകയുള്ളൂ, അത് പരിജ്ഞാനത്തിലേക്ക് കയറുകയുള്ളൂ. അങ്ങനെ കയറിയാൽ മറ്റുള്ളവരെ ഉപദേശിക്കാനേ ഉപയോഗിക്കുകയുള്ളൂ. സ്വന്തം ജീവിതത്തിലേക്ക് അത് വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം സന്തോഷത്തോടെ സ്വീകരിച്ച് എനിക്കുള്ള വചനമാണ്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. 2:13 വായിച്ചേ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ നിങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. ഇന്ന് അനേകർക്കുള്ളൊരു വലിയ പ്രശ്നം അതാണ്. കേൾക്കുന്ന ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. അത് എനിക്ക് മാത്രമുള്ള വചനമാണ്. എന്നെ പേഴ്സണലൈസ് ചെയ്യുന്ന കാര്യമാണ്. എനിക്കാണ് അത് ബാധകം. ഞാനാണത് അനുസരിക്കേണ്ടത്. അനുസരിക്കാൻ പറ്റുന്നില്ലേ? ദൈവസന്നിധി ഇരുന്നുകൊണ്ട് പറയണം, കർത്താവേ, നിൻ്റെ വചനം എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ എനിക്ക് അനുസരിക്കാൻ പറ്റണില്ല, പറ്റിയേ പറ്റുള്ളൂ. നീ എനിക്ക് കൃപ തരണം. എന്താണ് തടസ്സം? എന്ത് ഞാൻ ചെയ്യണം? എന്താണ് ഇതിനുള്ള മാർഗം? എനിക്ക് മനസ്സിലാക്കി തരണം എന്ന് പറയാച്ച തീർച്ചയായിട്ടും ദൈവം കാണിച്ചു തരുക. ആത്മീയ ജീവിതം വ്യക്തിപരമായി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ശരിയാക്കേണ്ട കാര്യമാണ്. വേറെ ആര് പറഞ്ഞാലോ ഉപദേശിച്ചാലോ ഒന്നും ഏൽക്കില്ല. എനിക്ക് തന്നെത്താൻ ബോധ്യം വരണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആഴക്കുഴി കടന്നിട്ടും എന്നെ കോരിയെടുക്കാൻ തയ്യാറായ ഒരു ദൈവത്തിന് എന്നോട് ദീർഘക്ഷമയാണ്. എങ്ങനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലെത്തിക്കാൻ കൊതിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തിൽ അടിയുറച്ചങ്ങ് വിശ്വസിക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും സാരമില്ല, കർത്താവെ എനിക്ക് സാധിപ്പിച്ച് തരണം.
വേറെ ആർക്കും സാധിക്കത്തില്ല. എൻ്റെ ഉള്ളിലെ സംഘർഷങ്ങൾ വേറെ ആരും അറിയുന്നില്ല. എൻ്റെ സങ്കടങ്ങൾ ആരും അറിയുന്നില്ല. നിനക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എന്നെ കഴുകണം കർത്താവേ. ജയമില്ലാത്തവനായി ജീവിക്കാൻ നീ എന്നെ സമ്മതിക്കരുതേ. ഞാൻ ഒരിക്കലും നിഗളിക്കത്തില്ല. എനിക്കൊരു സ്ഥാനവും മാനവും പദവിയോ അല്ല എൻ്റെ ലക്ഷ്യം. നീ പറഞ്ഞ അനുഭവം എനിക്ക് വേണം. പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. ആ സമാധാനവും സന്തോഷവും എനിക്ക് വേണം. ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് എനിക്ക് അനുഭവിക്കണം, മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. വലയുന്നവർ അനേകരുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അനുഭവമുള്ളവർക്കല്ലേ പറ്റുള്ളൂ, ജയിച്ചവർക്കല്ലേ പറ്റുള്ളൂ. വചനം പ്രസംഗിക്കാൻ ആർക്കും പറ്റും. എന്നാൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലയുന്നവരെ കണ്ടിട്ട് ഞാൻ ഈ വഴിയാ പോയെന്ന് നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റും? അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വചനം മാത്രമേ ജനങ്ങളെ സ്പർശിക്കുകയുള്ളൂ. കൃത്യമാണത്. തീരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എത്ര മനോഹരമായിട്ട് വേണമെങ്കിലും പ്രസംഗിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രസംഗിക്കാം, എവിടുന്ന് വേണമെങ്കിലും കോട്ട് ചെയ്ത് പ്രസംഗിക്കാം. അതൊന്നും മനുഷ്യരെ തൊടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അനുഭവം ഉണ്ടോ അതുമാത്രമേ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടുവന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസം അടിസ്ഥാനപരമായിട്ട് അവർ ജാതികളാണെങ്കിൽ പോലും അപ്പോസ്തലർക്കൂട്ട് കിട്ടിയ വചനം അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണെന്നും അവരെ ദൈവത്തിങ്കിലേക്ക് എടുക്കാൻ വേണ്ടിയാണെന്നും അവർ വ്യക്തമായിട്ട് വിശ്വസിച്ചു. അവർ താണവരല്ല, അവർ പുറജാതികളല്ല. ദൈവം അവരെ മാനിച്ചു. സ്വന്തം രക്തം കൊണ്ട് അവരെ കഴുകി ആത്മാവിനെ അവർക്ക് പകർന്നു കൊടുത്തു. സ്വന്തം മക്കളാക്കി സ്വീകരിച്ച ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും ഇന്ന് ക്രിസ്തീയത്തെ അനേകർക്കില്ലാത്തൊരു കാര്യമാണ്. ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും. ഞാൻ എവിടെയാണ് കടന്നത്? ആരാണ് എന്നെ പൊക്കിയെടുത്തത്? എന്തിനാണ് എന്നെ പൊക്കിയെടുത്തത്? എന്തിനാണ് ഈ സമാധാനം തന്നത്? ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം തന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ സുഖിച്ചു മതിച്ച് ജീവിക്കാനല്ല പ്രിയരെ, ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, ദൈവത്തെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുവാൻ, ദൈവാത്മാവുള്ളവരായിട്ട് ഈ ഭൂമി ജീവിക്കാൻ. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്കർ 3:3-8 വായിച്ചാൽ നമുക്കറിയാം, അവർക്ക് വലിയ ഇങ്ങനെ ജീവിതം കർത്താവിന് വേണ്ടി വേർതിരിച്ചപ്പോൾ അവർക്ക് വലിയ കഷ്ടപ്പാടായി. അതൊരു പ്രത്യേകതയാണ്. ജീവിതം ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമ്പോൾ കഷ്ടതകൾ വരും. ആ ദൈവം അനുവദിച്ച് തന്നെ കൊടുക്കുന്നതാണ്. കഷ്ടത വരുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് പോന്നപ്പോൾ അവർക്ക് 3 ദിവസമൊക്കെ വെള്ളമില്ലാതെ വലഞ്ഞു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവമേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചത്? 3 ദിവസം വെള്ളമില്ലാതെ വലഞ്ഞു കഴിഞ്ഞാൽ അവർ അടങ്ങിയിരിക്കുമോ? എന്തിനെന്നറിയാമോ? പ്രതികൂലം വരുമ്പോൾ നീ പെറുപെറുക്കുവോ? പ്രതികൂലം വരുമ്പോൾ നീ ദൈവത്തിനെതിരായിട്ട് നിൽക്കുവോ? പ്രതികൂലം വരുമ്പോൾ നീ മിസ്രൈമിലേക്ക് പോകുമോ എന്ന് നിനക്ക് തന്നെ ബോധ്യം വരാൻ ദൈവം പ്രതികൂല സാഹചര്യങ്ങൾ കൊടുത്തു. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് രോഗം വരുന്നതും ആപത്ത് വരുന്നതും കടബാധ്യത വരുന്നതും എല്ലാം ദൈവത്തിന് അതിനകത്ത് ഉദ്ദേശമുണ്ട്. ആ പ്രതികൂലം വരുമ്പോൾ എൻ്റെ മനോഭാവം എങ്ങനെയുണ്ട്? ആ പ്രതികൂലം വരുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുകയാണോ? പ്രതികൂലം വരുമ്പോൾ പെറുവിറുക്കാതിരിക്കുകയാണോ? പ്രതികൂലം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണോ? പ്രതികൂലം വരുമ്പോൾ എൻ്റെ ആളത്തെ ഉടയാൻ വേണ്ടി, എൻ്റെ മുള്ളുകൾ ഉടയാനാണ് ഇതൊക്കെ തന്നിരിക്കുന്നത് മനസ്സിലാക്കാനാണോ? ഇന്ന് അനേകർക്ക് അതൊരു വിഷയമല്ല. അവർ പെറുവിറുക്കും, നേരെ അങ്ങ് പെറുവിറുക്കും. ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം എന്നെ കരുതുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്നാൽ ഈ തെസ്സലോനിക്ക സഭയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവർക്ക് കഷ്ടം വന്നിട്ടും അവർ താണിരുന്നു. അവരതിൽ കൂടെ പാഠം പഠിച്ചു. 3:13 പറയും, കർത്താവ് യേശു തൻ്റെ സകല വിശുദ്ധന്മാരായി വരുമ്പോൾ നിങ്ങൾ തള്ളപ്പെടാതിരിക്കാൻ എന്ത് വേണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞു കൊടുത്തു. 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദരായി വെളിപ്പെടുംവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയം ഒരു കാര്യത്തിൽ സ്ഥിരമായിരിക്കണം. നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെടരുത്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കരുത്. നിങ്ങൾ പഴയ കാലങ്ങളിലേക്ക് നോക്കരുത്. നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഹൃദയം സ്ഥിരമായിരിക്കണം. എന്താണ്? കർത്താവ് രണ്ടാവ് വരുമ്പോൾ നിങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ പിതാവായ ദൈവത്തിന് മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദരായി വെളിപ്പെടണം. വിശുദ്ധീകരണം എന്തെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് തെസ്സലോനിക്കയിലാണ്. ഇന്ന് പ്രിയവരെ, അവർ ജാതികളാണെങ്കിലും അവർക്ക് അനേക ബന്ധനങ്ങളുണ്ടെങ്കിലും ദൈവാത്മാവ് അവരോട് പറയുകയാണ്, കർത്താവ് വരും. കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം മാറിയേ പറ്റുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരമായിട്ട് ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഹൃദയം മാറാത്ത ഒരുത്തനും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ സാധ്യമല്ല. കർത്താവിൻ്റെ ആത്മാവ് ഒരുക്കുന്നവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. എന്നൊന്നും വേണ്ട, കർത്താവ് രണ്ടാ വരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മരണത്തെക്കുറിച്ച് ആരും ചിന്തയില്ല. എല്ലാവരും ചിന്തിക്കുക എനിക്ക് വലിയ ദീർഘായുസുണ്ടെന്നാണ് ചിന്തിക്കുന്നത്.
കർത്താവ് രണ്ടാം വരുമെന്ന് ആരൊക്കെ ചിന്തിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെ ഒരു ബോധ്യം കിട്ടുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവ് മനുഷ്യൻ ഓർക്കും, കർത്താവ് വരും, മോനെ നിനക്ക് ശുദ്ധിയാണെന്ന് നീ തികച്ചിട്ടില്ല, ഇന്ന കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും കുഴപ്പമായിട്ട് കിടപ്പുണ്ട്, നീ അത് കഴുകിയേ പറ്റുകയുള്ളൂ, നീ അത് മാറ്റിയേ പറ്റുള്ളൂ എന്ന് ആത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ലജ്ജിക്കാൻ ഇടവരരുത്. സമ്പൂർണ്ണ വിശുദ്ധീകരണം അത്യാവശ്യമാണെന്ന് തെസ്സലോനിക്കർ പറഞ്ഞു. എന്താണ്? അവർക്ക് ദൈവം ഒരു കൽപ്പന കൊടുത്തു. അതുകൊണ്ട് വായിച്ചു നോക്കാം. ദൈവം അവർക്ക് കൊടുത്ത കൽപ്പന എന്താണ്? 4:3-5. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആ ജാതികളായിരിക്കുന്ന മനുഷ്യരോട് മാനസാന്തരപ്പെട്ടപ്പോൾ ഒരു കാര്യം അവരോട് പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. കൽപ്പനകളൊന്നും പറഞ്ഞില്ല അവരോട്. അവരെ ഒന്നും കാര്യത്തിലും ബുദ്ധിമുട്ടിച്ചില്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് കാതലായ ഒരു കാര്യം പറഞ്ഞു: ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. വേറെ ഒരു കാര്യത്തിലും ദൈവം പ്രസാദിക്കില്ല. അപ്പം ദൈവം പ്രസാദിക്കുന്ന വേറെ ചില കാര്യമാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇന്ന് അനേകർ തെറ്റിപ്പോകുന്നത്. വേല, ഹൃദയം ശുദ്ധീകരിക്കാതെ വേല ചെയ്താൽ മതിയെന്നൊരു ചിന്ത ജനങ്ങളുടെ ഉള്ളിൽ അറിയാതെ കയറിയിരിക്കുകയാണ്. എവിടെ വേണേലും ഓടി അടക്കം എന്തെല്ലാം കാര്യം വേണം ചെയ്യും. ഹൃദയത്തിനകത്ത് എനിക്കറിയാം ഇന്നും അനേക പാപബന്ധനങ്ങൾ, രൂപ വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത അനേകർ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. സങ്കടമാണ്. അനേകരുടെ പരാതി ഞാൻ കേൾക്കാറുണ്ട്. രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി തിരിച്ചു തരുന്നില്ല, എന്നിട്ട് ദൈവവേല ചെയ്യുകയും ചെയ്യും. വേറെ ആരും പറഞ്ഞു കേട്ടൊന്നുമല്ല, എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ എന്തു പറയും? ദൈവാത്മാവ് കാണുമാകത്ത്. എങ്ങനെങ്കിലും ആ രൂപ കൊടുത്ത ആ മനുഷ്യൻ്റെ സങ്കടം മാറ്റിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരില്ലേ? എന്ത് ചിന്തിക്കാത്തത്? ദൈവ ഭയമില്ല. ഹൃദയം ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടും ഒരു പ്രയാസം വരാൻ പാടില്ല. അന്യൻ്റെ മുതൽ ഹൃദയത്തിൽ ഇരിക്കാൻ പാടില്ല. അന്യന് വേദന വരുന്നൊരു കാര്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ബോധ്യം വന്നാൽ യാഗം കഴിക്കാൻ ചെല്ലുമ്പോൾ യാഗം കഴിക്കുകയല്ല വേണ്ട, യാഗവസ്തോട് വെച്ചേരെ, നീ പോയി നിരപ്പാകാനാണ് പറഞ്ഞത്. സഹോദരനോട് നിരപ്പാകാതെ എന്ത് വേല ചെയ്യാനാ? ഹൃദയം ശുദ്ധീകരിക്കാതെ എന്തു വേല ചെയ്യാനാ? പ്രിയരേ, നിങ്ങൾ തെറ്റിപ്പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഹൃദയം ശുദ്ധീകരിക്കാൻ ജനത്തോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം വെടിപ്പാകണം. എന്തിനെ? ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പാർക്കണം. നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് പറയേണ്ട കാരണം, ജീവനുള്ള ദൈവം സ്വർഗസിംഹാസനം വിട്ട് നിന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കാൻ കൊതിക്കുന്നു. എത്ര പേര് എൻ്റെ ഗൗരവം അറിയുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് ആ ദൈവത്തിന് വേണ്ടി നേർച്ച നേരുക എന്നൊക്കെ പറഞ്ഞ് യാഗം കഴിക്കുക എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? യാഗം കഴിക്കുന്ന വസ്തു പിന്നെ അവിടെ ഇല്ല, തീർന്നു, കത്തിച്ചാമ്പലായി തീർന്നു. ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഇല്ല, ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞു. പിന്നെ ജീവിക്കാൻ അവസരം തന്നിരിക്കുന്ന എന്തിനാണ്? ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് വചനമനുസരിക്കാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ദൈവത്തെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു. ദൈവം ഹൃദയത്തിൽ വന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ വേല നടക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ദൈവവേല നടക്കേണ്ടത്. ഇല്ലെങ്കിൽ ശത്രുവിടെ അവകാശം പറയും, നമ്മളെ വേലയിൽ കൊടുക്കും, വേലയിൽ പാപം വരുത്തും, നമ്മുടെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ശുദ്ധീകരണം പ്രാപിക്കാതെ വേല ചെയ്താൽ. അപ്പോൾ ആ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 5-ാമത്തെ വാക്യം, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. അവരവരുടെ വഴിക്ക് പോട്ടെ, പക്ഷെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. വേണ്ടാതിനം ചെയ്യുന്നതും പാവം ചെയ്യുന്നതും ദൈവമല്ല നിങ്ങളുടെ ദൈവം. അതിപരിശുദ്ധനായ ദൈവമായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ വിശുദ്ധീകരണം നേടിക്കൊള്ളട്ടെ. പിന്നെ പറഞ്ഞതാണ്, കർത്താവ് വീണ്ടും വരും. ഇത് നിശ്ചയമായൊരു കാര്യമാണ്. നിങ്ങളെ സ്വീകരിക്കാൻ കർത്താവ് വരും. അതെപ്പോഴാണെന്നറിയാമോ? പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ, കള്ളൻ രാത്രിയിൽ വീട് തുറക്കാൻ വരുന്നത് പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരും. ഈ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരുമ്പോൾ ദൈവാത്മാവ് നിറവുള്ള ഒരു മനുഷ്യനെ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിനെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ആകാശമേഖല എടുക്കുമെന്ന് പറഞ്ഞല്ലോ, ആരാ എടുക്കണേ? എനിക്ക് തന്നെ താൻ പോകാൻ പറ്റുമോ? ആത്മ നിറവുള്ള മനുഷ്യൻ. ആ സമയത്ത് പിശാചിന് അവകാശമുള്ള എന്തെങ്കിലും കൊണ്ടേ അവൻ പുറകോട്ട് വലിക്കും. പറക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ കിടക്കുകയുള്ളൂ. ഒരു കാര്യം, ഒരു കോപം വന്നതേ ഉള്ളൂ മോശയ്ക്ക്. ലഘുവായിട്ട് വേണേൽ പറയാം, പക്ഷെ അത് ലഘു അല്ലത്. ഈ കനയം കടക്കില്ലെന്ന് പറഞ്ഞു. ഇതാണ് ആത്മീയം.
എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവാസകാലം എത്ര ഭയത്തോടെ കഴിക്കണം. മുഖപക്ഷമില്ലാത്ത നിങ്ങളുടെ ദൈവം, അവൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കേണ്ടത്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ പറക്കെന്നൊക്കെ പറയും, പറക്കാൻ പറ്റില്ല. പാട്ടൊക്കെ പാടും, പറ്റില്ല. ഒരു ചെറിയ അവകാശമെങ്കിലും പിശാചിന് അവകാശമുണ്ടെങ്കിൽ അവൻ പുറകോട്ട് വലിക്കും, പറക്കാൻ പറ്റില്ല. പറക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം എന്നെ പറപ്പിക്കാൻ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണം ഞാൻ. ഒരണുവിൽ പോലും പാപം അവിടെ വരാൻ പാടില്ല. ലോകചിന്തയും ഭാരചിന്തയും ആകുല ചിന്തകളും വിഷമങ്ങളും ഭാരങ്ങളും എല്ലാം ഇട്ടുകൊണ്ട് നടന്നാൽ ഇവിടെ കിടക്കുകയുള്ളൂ കേട്ടോ. ഇതെല്ലാം വലിച്ചെറിഞ്ഞ് ഇവിടെ ഭൂമി ജീവിക്കുമ്പോൾ ആത്മാവിൽ പറക്കാൻ പറ്റിയവർ മാത്രമേ അങ്ങ് ചെല്ലുകയുള്ളൂ. നിങ്ങളും ചിന്തിച്ച് നോക്കിയേ. ഇന്ന് ഞാൻ എന്നെക്കൂടെ ചോദിക്കാറുണ്ട്, പ്രാർത്ഥിക്കാൻ നേരം ഏകാഗ്രത കിട്ടുമോ? ഇല്ലെന്നാണ് എല്ലാവരും പറയണം. എങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ പൊങ്ങും? പ്രാർത്ഥിക്കാൻ നേരം എന്തെല്ലാം ചിന്തകൾ വന്ന് അതെല്ലാം ബന്ധനമാണ്, അതെല്ലാം പിശാചിൻ്റെ അവകാശമാണ്. അത് എണ്ണി എണ്ണി പറക്കി എടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് മോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചില്ലെങ്കിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ മരണക്കിടക്കയിൽ നിനക്ക് പൊങ്ങാൻ പറ്റില്ല. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നീ ഇവിടെ കിടക്കുകയുള്ളൂ. സമ്പൂർണ്ണ ശുദ്ധീകരണം. തെസ്സലോനിക്കർ 5:10 വായിക്കാം നമുക്ക്. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ഭൂമി ജീവിക്കുമ്പോൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചില്ലേലും വേല ചെയ്താലും വേല ചെയ്തില്ലേലും എന്തൊക്കെ ചെയ്താലും ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം എടുക്കപ്പെടണം. എൻ്റെ പ്രിയരെ, കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടും എന്നുള്ളതിനുള്ള തെളിവെന്താണ്? എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. സാധിക്കുമോ? എപ്പോഴും സന്തോഷിപ്പീൻ. ഒരു കാരണത്താലും എൻ്റെ ഹൃദയത്തിൽ മ്ലാനത വരാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിക്ക് സന്തോഷമേ ഉള്ളൂ. എപ്പോഴും സന്തോഷിപ്പീൻ. രണ്ടാമത്തെ അതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയുള്ള കാര്യം, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ഒരു സെക്കൻഡ് പോലും നമ്മുടെ ചിന്ത ലോകത്തിലേക്ക് പോകല്ലേ. നമ്മൾ ജോലി ചെയ്യുമ്പോഴാണേലും ഏകാഗ്രതയോടെ ദൈവസേനയിലേക്ക് ഇനി ഹൃദയം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കണം. ദൈവസേനയിലായിരിക്കണം നമ്മൾ എപ്പോഴും. ലോകത്തിൽ പല കാര്യം കൈകൊണ്ടോ കാലം കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, ഭൂമി ജീവിക്കുന്നുണ്ടായിരിക്കാം, കാർ ഓടിക്കുന്നുണ്ടായിരിക്കാം, ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം, കുടുംബത്തിൽ ജീവിക്കുന്നുണ്ടായിരിക്കും, എല്ലാം ശരി തന്നെ. പക്ഷെ ഹൃദയം എപ്പോഴും ദൈവസേനയിലായിരിക്കും, എപ്പോഴും ദൈവം. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അനുഭവമാക്കുമ്പോഴാണല്ലോ എൻ്റെ സമാധാനം നമ്മളറിയുന്നത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. കർത്താവേ, നീ എന്നെ വീണ്ടെടുത്തതിനായ സ്തോത്രം, നിത്യൻ്റെ അവകാശം എനിക്ക് തന്നതിനായ സ്തോത്രം, ഈ അനുഭവം എനിക്ക് തന്നതിനായ സ്തോത്രം, നീ എനിക്ക് വെളിപ്പെടുത്തി തന്നതിനായ സ്തോത്രം. എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി ഹൃദയത്തോട് ഭാരങ്ങളോ ആകലങ്ങളോ പരാതികളോ ഒന്നുമില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കർത്താവ് എപ്പോൾ വന്നാലും എടുക്കപ്പെടും. മരണക്കിടക്ക് വന്നാലും അവൻ ദൈവസന്നിധിയിലേക്ക് പറക്കും. ദൈവനാമം മാത്രം മഹത്വപ്പെടുകയാട്ടെ. ദൈവത്തിന് സ്തോത്രം.